Oracles. അപ്പോൾ നമ്മൾ ഡൈവേഴ്സിറ്റി ഫോർ സസ്റ്റൻസ് പറയുന്ന ചാപ്റ്ററിലെ ഒരു ഇമ്പോർട്ടന്റ് ടോപ്പിക്കാണ് പറയാൻ പോകുന്നത്. മിസ് ചെയ്യാതെ ലാസ്റ്റ് വരെ കണ്ടോ. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. കമന്റ് ബോക്സിൽ ഇപ്പം തന്നെ മിസ്സിന് ഒരു കുഞ്ഞി ഹാർട്ട് ഇട്ടുതരിക. ഓക്കെ, അപ്പോൾ അതാ നമുക്ക് വേഗം നോക്കാം. അപ്പോൾ ഈ ഒരു പോർഷൻ നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കേട്ടോ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു സാധനമാണ് നമ്മളുടെ ഇക്കോളജിക്കൽ ഇന്ററാക്ഷൻ. ഓക്കെ, ഇക്കോളജിക്കൽ ഇന്ററാക്ഷൻ എന്ന് പറയുന്ന ഭാഗം. അപ്പൊ ഈ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് കുറച്ച് ആൾക്കാരെ പറ്റി പഠിക്കാനല്ലേ. അപ്പൊ ഇത് തിരിച്ചും മറിച്ചും നിങ്ങളോട് ചോദിക്കുന്ന ഒന്നാണ്. അതിൽ ഏറ്റവും ആദ്യത്തെ എന്ന് പറഞ്ഞാൽ ആരാണ്? പ്രിഡേഷൻ അല്ലെ. പ്രിഡേഷൻ മലയാളത്തിൽ ഇരപിടുത്തം. ഓക്കെ, അപ്പൊ പ്രിഡേഷൻ അഥവാ ഇരപിടുത്തം എന്ന് പറയുമ്പോൾ ഇവിടെ എന്താ, നമുക്ക് ഇരനെ പിടിക്കുകയാണ് അല്ലെ, പ്രേനെ പിടിക്കുകയാണ്. അപ്പൊ ഇവിടെ എന്താ ചെയ്യുന്നത്? നമ്മളുടെ ഈ പറയുന്ന പ്രിഡേറ്റർ അല്ലെ, പ്രിഡേറ്റർ എന്ത് ചെയ്യും? നമ്മളുടെ പ്രേനെ കൊന്നു കഴിക്കുകയാണ് അല്ലെ, കൊന്നു കഴിക്കുകയാണ്. അഥവാ ഇരപിടിയൻ എന്താണ് ചെയ്യുന്നത്? കൊല്ലുന്നു. ആരെ? ഇരയെ അല്ലെ. അപ്പൊ അവിടെ ഒരാൾക്ക് ഗുണവും എന്താണ്? ഒരാൾക്കാർക്ക് ഇരപിടിയന് ഗുണവും ഇരയ്ക്ക് എന്താണ് ദോഷവും? പോസിറ്റീവും നെഗറ്റീവും ആയിട്ടാണ് വരുന്നത് അല്ലെ. അപ്പൊ ഇവിടെ നമുക്ക് ആരെ എക്സാമ്പിൾ എഴുതാം? ടൈഗർ ആൻഡ് ഡീർ, കടുവയും മാനും. ഓക്കെ, റെഡിയാണോ? എവിടെ പോയി? ഓക്കെ, റെഡി. അടുത്തതാണ് നമ്മളുടെ പാരാസൈറ്റിസം. ഓക്കെ, പാരാസൈറ്റിസം അഥവാ നമ്മൾ പരാദജീവനം. ഓക്കെ, ഈ പാരാസൈറ്റിസം എന്ന് പറയുമ്പോൾ അപ്പം നിങ്ങൾ ആലോചിക്കേണ്ടത് ഊറ്റി ജീവിക്കുന്ന ഒരു ഉഡായിപ്പ്. ഓക്കെ, അങ്ങനെയാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. അപ്പൊ ഇവിടെ നമുക്ക് എന്താണ്? ഒരു പാരസൈറ്റും ഉണ്ടാവും, ഒരു ഹോസ്റ്റും ഉണ്ടാവും അല്ലെ. ഒരു പാരസൈറ്റും ഉണ്ടാവും, ഒരു ഹോസ്റ്റും ഉണ്ടാവും. റെഡി. അപ്പൊ ഈ പാരസൈറ്റ് എന്താ ചെയ്യുന്ന? ഹോസ്റ്റിന്റെ ന്യൂട്രിയൻസ് വലിച്ച് ജീവിക്കുകയാണ് അല്ലെ. പരാദം എന്ത് ചെയ്യും? പരാദം ആതിഥേയന്റെ, ഹോസ്റ്റിന് നമ്മൾ മലയാളത്തിൽ എന്താ പറയാ? ആതിഥേയൻ. ഓക്കെ, ആതിഥേയന്റെ പോഷകങ്ങൾ ഊറ്റി ജീവിക്കുക ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നമ്മളെ പാരസൈറ്റിന് എന്താണ് ഗുണമാണ് ഉണ്ടാകുന്നത്? ഇവിടെ എന്തായി പോകും? ഇത് പാവം, അത് കഷ്ടപ്പെട്ട് എടുത്തു വെച്ച ന്യൂട്രിയൻസ് ഒക്കെ കൊണ്ടുപോവാണ്. അതെന്താണ്? അപ്പോൾ നെഗറ്റീവ് ആണ് അല്ലെ. അപ്പൊ ഇവിടെ എന്താണ് നമുക്ക് എക്സാമ്പിൾ എഴുതാൻ പറ്റുക? ആരെ എക്സാമ്പിൾ എഴുതാൻ പറ്റുക? നമ്മളുടെ ഈയും ജിയും എന്തോ ആയിപ്പോയി. യെസ്, ആരെ എഴുതാൻ പറ്റുക? നമ്മളുടെ ലൊറാന്തസ് പ്ലസ് മാംഗോ ട്രീയും അഥവാ നമുക്ക് എന്താ പറയാം? ഇത്തിൽ കണ്ണി, അതേപോലെ നമ്മളുടെ മാവ്. അപ്പൊ മാവിന്റെ മേലെ ഇത്തിൽ കണ്ണി എന്ത് ചെയ്യും? ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കും അല്ലെ. മാവിന്റെ മേലെ ഇതാ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഇത് നമ്മളുടെ മാവിന്റെ കൊമ്പാണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പൊ ഈ കൊമ്പിന്റെ മേലെ എന്ത് ചെയ്യും? നമ്മളുടെ ഇത്തിൽ കണ്ണി ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കും. പക്ഷെ ഇത്തിൽ കണ്ണിക്ക് എന്താ? പച്ച നിറം ഉണ്ട്. അതുകൊണ്ട് അതിൽ ആരുണ്ട്? ഹരിതകം അഥവാ ക്ലോറോഫിൽ ഉണ്ട്. അപ്പൊ ഒരു ഫോട്ടോസിന്തസിസ് അഥവാ പ്രകാശ സംശ്ലേഷണമൊക്കെ ഒറ്റയ്ക്ക് ചെയ്തോളും. പക്ഷെ ഇതിൽ ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്, നമ്മുടെ ഡിഷ് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എവിടുന്ന് വലിച്ചെടുക്കും? ഈ പറയുന്ന നമ്മളുടെ മാവിന്റെ കൊമ്പെന്ന് വലിച്ചെടുക്കും. അപ്പൊ മാവിന്റെ കൊമ്പ് എന്തായി പോകും? പാവം ശുഷ്കിച്ച് ഉണങ്ങി പോകും കുറച്ച് കഴിയുമ്പോഴത്തേക്ക്. ഓക്കെ, റെഡി. അപ്പൊ അതാണ് എന്ത്? പാരാസൈറ്റിസം. കിട്ടിയോ? പാരാസൈറ്റിസം കിട്ടിയോ? യെസ്, ഇത് ചെരിഞ്ഞു പോയി. ഇതിപ്പോ ഇങ്ങനെ നേരെയാക്കാം. നേരെ. ഓക്കെ, അടുത്തതാണ് ആരാണ് അവൾ? യെസ്, ആരാണ്? നമ്മളുടെ കോമ്പറ്റീഷൻ അഥവാ നമുക്ക് മത്സരം എന്ന് പറയാം അല്ലെ. കോമ്പറ്റീഷൻ അഥവാ മത്സരം. അപ്പൊ ഇവിടെ നമുക്ക് എപ്പോഴും എന്താണ്? ഇപ്പൊ ഞാനും നിങ്ങളും കൂടെ ഒരു ഓട്ട മത്സരത്തിൽ ഓടുകയാണെന്നുണ്ടെങ്കിൽ രണ്ടുപേർക്കും ആദ്യം എന്തായിരിക്കും? നല്ല കാലുവേദനയായിരിക്കും, രണ്ടുപേർക്കും പ്രശ്നമായിരിക്കും. അപ്പൊ തുടക്കത്തിൽ രണ്ടുപേർക്കും നെഗറ്റീവ് ആയിരിക്കും അല്ലെ. പിന്നെ എന്താവും? പിന്നെ രണ്ടുപേർക്കും ചെയ്യണ്ടാവോ? ഇല്ല. ഒരാളാണ് എന്ത് ചെയ്യുക? എപ്പോഴും ജയിക്കുക അല്ലെ. കോമ്പറ്റീഷനിൽ ഒരാളാണ് എപ്പോഴും ജയിക്കുക. അപ്പൊ തുടക്കത്തിൽ രണ്ടുപേർക്കും എന്താണ്? നെഗറ്റീവാണ്. പിന്നെയാണ് എന്താവുന്നത്? ഒരാൾക്ക് ഗുണവും ഒരാൾക്ക് ദോഷവും. ജയിക്കുന്ന ആരാണോ അവർക്ക് ഗുണം, മറ്റേയാൾക്ക് ദോഷം. അപ്പൊ ഇവിടെ എക്സാമ്പിൾ നമുക്ക് ആരെ പറയാം? ക്രോപ്പ് ആൻഡ് വീഡ്. വിള പ്ലസ് കള അല്ലെ. വിളകളും കളകളും ഇവർ തമ്മിൽ മത്സരമാണ്. അതിനകത്ത് ആരെങ്കിലും ഒരാളാണ് ലാസ്റ്റ് എന്ത് ചെയ്യുക? ജയിക്കുക. ഓക്കെ, ഇത് ഈസി. ഇനി അടുത്തതാണ് എന്ത്? ഇനി ഏത് കളർ എടുക്കും? യെസ്. അപ്പൊ മൂന്നെണ്ണം കഴിഞ്ഞു. ഇനി അടുത്ത ആളാണ് ആര്? നമ്മളുടെ മ്യൂച്വലിസം.
ഓക്കെ, മലയാളത്തിൽ മ്യൂച്വലിസം തന്നെയാണ്. അപ്പൊ മ്യൂച്വൽ ഫ്രണ്ട് എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് നിങ്ങൾക്ക് മ്യൂച്വൽ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപോലെയുള്ള ഫ്രണ്ടാണ് അല്ലെ. അപ്പൊ ഇവിടെ രണ്ടുപേർക്കും എന്താണ് ഗുണമാണ് ഉണ്ടാവുക, രണ്ടുപേർക്കും നല്ല സുഖമായിട്ട് ഒരു കോ എക്സിസ്റ്റൻസിൽ ഇങ്ങനെ പോവാണ്. സോ ഇവിടുത്തെ എക്സാമ്പിൾ നമുക്ക് ഫ്ലവർ ആൻഡ് ബട്ടർഫ്ലൈ കൊടുക്കാം. ഓക്കെ, ഫ്ലവർ ആൻഡ് ബട്ടർഫ്ലൈ, പൂവും പൂമ്പാറ്റയും. പൂമ്പാറ്റ. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ് ഇവർ ചെയ്യുക, പൂവ് നമുക്ക് എന്ത് തരും, തേന് തരും. നമുക്കല്ല, പൂമ്പാറ്റയ്ക്ക് തേന് കൊടുക്കും അല്ലെ, നെക്ടർ കൊടുക്കും. നേരെ മറിച്ച് പൂമ്പാറ്റ അതിന്റെ മേലെ പോയി ഇരിക്കുമ്പോൾ എന്ത് നടക്കും, പൂവിന്റെ പരാഗണം അഥവാ പോളിനേഷൻ നടക്കും. അപ്പൊ രണ്ടുപേർക്കും ഇവിടെ എന്താണ്, അവർ ഹാപ്പിയാണ്, അവർ രണ്ടാളും കൂടെ ഹാപ്പിലി എവർ ആഫ്റ്റർ ആയിട്ട് ജീവിക്കുകയാണ്. ആൻഡ് ലാസ്റ്റത്തെ ആളാണ് ആര്, നമ്മളുടെ കമ്മൻസാലിസം. ഓക്കെ, മലയാളത്തിലും കമ്മൻസാലിസം. അപ്പൊ കമ്മൻസാലിസത്തിന്റെ എക്സാമ്പിൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഒരാൾക്ക് എപ്പോഴും ഗുണം ഉണ്ടാവും, മറ്റേ ആൾക്ക് ഗുണവും ഇല്ല ദോഷവും ഇല്ല. ഓക്കെ, വെറുപ്പിക്കുന്നും ഇല്ല, അവർക്ക് ഉപകാരവും ചെയ്തു കൊടുക്കുന്നില്ല. ചില നമ്മളെ ഫ്രണ്ട്സ് ഒക്കെ അങ്ങനെ ആയിരിക്കും അല്ലെ, നമുക്ക് വലിയൊരു ഉപകാരം ഉണ്ടോ അവരെ കൊണ്ടെന്ന് വെച്ചാൽ ഇല്ല, പക്ഷെ എന്നാൽ നമുക്ക് ഉപദ്രവവും ഇല്ല. ഓക്കെ, അങ്ങനെയുള്ള ഒരാളാണ് ആര്, നമ്മളുടെ വാൻഡ. ഓക്കെ, അപ്പോൾ നമ്മളുടെ വാൻഡയ്ക്കാണ് ഗുണം കിട്ടുന്നത് ഇവിടെ. ഓക്കെ, വാൻഡ പ്ലസ് മാംഗോ, അതായത് നമ്മളുടെ മരവാഴയും മാവും. ഓക്കെ, അപ്പൊ ഇവരെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വാൻഡയ്ക്ക് എന്തേ വേണ്ടു, ഇരിക്കാൻ ഒരു സ്ഥലം മാത്രം മതി, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഓക്കെ, മാവിന്റെ മേലെ ഇരിക്കാൻ കുറച്ച് സ്ഥലം കിട്ടിയാൽ മതി, അതുകൊണ്ട് മാവിന് വേറെ ദോഷമൊന്നുമില്ല, വാൻഡ അവിടെ എവിടെയെങ്കിലും ഇരുന്നിട്ട് പോയിക്കോളും. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് വാൻഡ അഥവാ മരവാഴ എന്ന് പറഞ്ഞ ചെടി നമ്മളെ മാവിന്റെ മേലെ ഇരിക്കുന്നത്, സ്വന്തമായിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തോളും, മാവിനെ ഉപദ്രവിക്കുന്നില്ല. ഓക്കെ, അതാണ് എന്ത്, കമ്മൻസാലിസം. അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോർഷനാണ്. ഇത്രയും ഷോർട്ട് ആക്കിയിട്ട് ആ കാര്യം മൊത്തം മിസ് ഇവിടെ പറഞ്ഞു തന്നിട്ടുണ്ട്. സോ ഇനി നിങ്ങളൊന്നും ഇത് തെറ്റിക്കരുത്. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോന്റെ താഴെ എന്ത് ചെയ്യാൻ എൻ്റെ മക്കള് കമ്മൻസാലിസത്തിന്റെ എക്സാമ്പിൾ ഒന്ന് താഴെ കമന്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഇതേപോലെ ഇനി നമ്മുടെ ചാനലിൽ പല യൂസ്ഫുൾ വീഡിയോസ് വരും. ഇതൊക്കെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാം, നിങ്ങളുടെ ഗ്രൂപ്പ്സോ എന്താ ഉള്ളത് അതിലൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ എന്താണ് കമ്മൻസാലിസത്തിന്റെ എക്സാമ്പിൾ എന്ന് താഴെ കമന്റ് ചെയ്യാം.